ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ ലോക കുതിരയോട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന ഒരു മലയാളിയുണ്ട് UAE-യിൽ. തിരുവനന്തപുരം പൂവാർ സ്വദേശി ഷഫീഖ് ജലാലുദ്ദീൻ. അബുദാബിയിൽ കഴിഞ്ഞ ദിവസം നടന്ന കുതിരയോട്ട മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് തൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് ഷഫീഖ് കുതിക്കുന്നത്. ഷഫീഖ്, ആദ്യം കൺഗ്രാജുലേഷൻ. എന്തായിരുന്നു അബുദാബിയിൽ നടന്ന മത്സരം? എങ്ങനെയായിരുന്നു അതിന്റെ പ്രകടനം? താങ്ക് യു വെരി മച്ച്. അബുദാബിയിൽ നടന്ന മത്സരം വളരെ ടഫായിരുന്നു. എന്നാലും ക്വാളിഫൈ ആകാൻ പറ്റി, നല്ല രീതിയിൽ പ്രകടനം ചെയ്യാൻ പറ്റി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വളരെ കഠിനമായിരുന്നു എന്ന് തന്നെ പറയാൻ കാര്യം 80 കിലോമീറ്റർ ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ട്രാക്കിലായിരുന്നാലും പിന്നെ അതിൻ്റെ ഒരു ടൈമിങ് മോർണിംഗ് ഒരു 5:30 സ്റ്റാർട്ട് ചെയ്തിരുന്നാലും നമുക്ക് അറൗണ്ട് ഒരു 5 to 6 hours ഹോഴ്സിൽ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്ക് ലാസ്റ്റ് 20 കിലോമീറ്ററൊക്കെ ഭയങ്കരമായിട്ട് ടഫായിട്ടാണ് തോന്നി. എന്നാലും അൽഹംദുലില്ലാഹ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാര്യം UAE-യിൽ വന്നിട്ട് ഇങ്ങനെ ഒരു 80 കിലോമീറ്റർ എൻഡുറാൻസ് ഇന്റർനാഷണൽ റേസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്ക് വളരെ അഭിമാനമായിട്ടാണ് തോന്നുന്നത്. കാര്യം ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ലല്ലോ നമ്മൾ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പോയി. എൻ്റെ ആഗ്രഹമാണ്, പക്ഷെ അത് ആഗ്രഹത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് സാധിക്കും എന്നുള്ളത് സംഭവിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. കാര്യം UAE ഇന്റർനാഷണൽ എൻഡ്യൂറൻസ് ആയിരുന്നു. അതായിരുന്നു അതെ, UAE, അതായത് നമ്മുടെ UAE ഫെഡറേഷന്റെ കീഴിൽ നടക്കുന്ന അതായത് ഹോഴ്സ് ഫെഡറേഷന്റെ കീഴിൽ നടക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന എൻഡുറൻസ് ഫെസ്റ്റിവൽ. അതായത് നമ്മൾ എല്ലാ റൈഡറിനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവരവരുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇറങ്ങാനും ഈ ഒരു ഫെസ്റ്റിവൽ വളരെയധികം സഹായകം എല്ലാ വർഷവും ആകാറുണ്ട്. ഇതിൽ തന്നെ പല കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. അപ്പൊ ഇതിലിപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എൻഡുറാൻസ്, അതായത് ഇന്റർനാഷണൽ എൻഡുറാൻസിന്റെ 2 സ്റ്റാർ പദവി നേടാനുള്ള 80 കിലോമീറ്ററിന്റെ ആദ്യത്തെ ലൂപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി എഗെയിൻ ഒരു ലൂപ്പ് കൂടെ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് 2 സ്റ്റാർ പദവി കിട്ടത്തുള്ളൂ. ഈ 80 കിലോമീറ്റർ ഫിനിഷ് ചെയ്തത് എങ്ങനെയായിരുന്നു? ആ ഒരു കാരണം 40 കഴിഞ്ഞിട്ടാണല്ലോ 80. അതെ, 40 കഴിഞ്ഞ പ്രാവശ്യം 2 ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് 1 സ്റ്റാർ കിട്ടി. അപ്പോൾ ഇത്തവണ 80 ആയിരുന്നു. 80 ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതിപ്പോ ഒത്തിരി അധികം ചലഞ്ചസ് ഉണ്ടായിരുന്നു. എന്നാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, ക്വാളിഫൈ ആകാൻ പറ്റി. ഷഫീഖ്, ഇപ്പൊ ശരിക്കും ഷഫീഖ് UAE റെപ്രസെന്റ് ചെയ്തിട്ടാണോ മത്സരിക്കാൻ പോകുന്നത്, അതോ ഇന്ത്യയാണോ? എന്താണ് അതിന്റെ പ്രൊസീജിയർ? എങ്ങനെയാണ്? ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പ്രൊസീജിയേഴ്സ് ഇതിനകത്ത് വരുന്നത് ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഫെഡറേഷൻ, അതായത് ഇക്വിസ്റ്റൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതിൽ നിന്ന് നമുക്കൊരു NOC, നോ ഒബ്ജക്ഷൻ കിട്ടണം. ഈ NOC ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇമെയിൽ ത്രൂ നമുക്ക് കിട്ടും. നമ്മളത് പക്ഷെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മുടെ ഡോക്യുമെന്റേഷൻ, പാസ്പോർട്ട്, മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു NOC ആണ്. ഇതിന് ഏതാണ്ട് $500 അതാണ് ചാർജ് വരുന്നത്. കാര്യം അവര് NOC തരുവാണ്. ഇന്ത്യക്ക് വേണ്ടി എൻഡുറാൻസിൽ റെപ്രസെന്റ് ചെയ്യുന്നതിൽ നോ ഒബ്ജക്ഷൻ ആണ് എന്ന് കാണിച്ചുകൊണ്ട് അവർ തരുന്ന NOC. അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടേണ്ട പ്രോപ്പർ ഡോക്യുമെന്റേഷൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടുത്തെ റൈഡർ ലൈസൻസ് 1 year വാലിഡിറ്റിയാണ്. നമുക്കത് എക്സ്പയർഡ് ആണെങ്കിൽ അത് റിന്യൂ ചെയ്യണം. അത് റിന്യൂ ചെയ്തു പിന്നെ നമ്മൾ ഇതിന് രജിസ്റ്റർ ചെയ്യണം. ഹോഴ്സിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ നമ്മൾ ഹോഴ്സിന് വാക്സിനേഷൻ ഉണ്ട്. ഹോഴ്സിന്റെ ഡോക്യുമെന്റേഷനിൽ പാസ്പോർട്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഹോഴ്സിനെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡോക്യുമെന്റേഷൻ ഇത് വരുന്നത്. പക്ഷെ ഇതിന് അറൌണ്ട് എക്സ്പെൻസ് എല്ലാം കൂടി ടോട്ടൽ കാൽക്കുലേഷൻ വരുമ്പോഴത്തേക്കും അറൌണ്ട് 10,000 dirhams ഇതിന്റെ എക്സ്പെൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു 80 നമ്മൾ കഴിഞ്ഞു, ഇനി അടുത്ത 80 കൂടെ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരാൻ പോകുന്നത് ഒരു 80 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അഗൈൻ ഒരു 80 കൂടെ ഉണ്ട്. അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 സ്റ്റാർ കിട്ടി. 2 സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ നടക്കുന്ന റേസ് കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതായത് വേൾഡ് കപ്പ് അല്ല, വേൾഡ് കപ്പ് ഫ്ലാറ്റ് റേസ് ആണ്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് ആരാണ് ഓടിയെത്തുന്നത് എന്നതാണ് ഫ്ലാറ്റ് റേസ്. ഇത് അങ്ങനെയല്ല, ഇത് ദീർഘദൂര കുതിരയോട്ട മത്സരമാണ്. അതായത് ഇതില് കുതിരയുടെ കായികക്ഷമതയും റൈഡറിന്റെ കായികക്ഷമതയും മനസാന്നിധ്യവും ക്ഷമയും ഒക്കെ ഒരു നോക്കുന്ന ഒരു ഘടകമാണ് ഇതിനകത്ത് വരുന്നത്. മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. UAE നൽകുന്ന ഒരു ഫെസിലിറ്റി എന്താ? അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം UAE എന്നുള്ള രാജ്യം അവർ ഈ ഹോഴ്സ് റൈഡിങ്ങും ഇതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഷഫീഖിന്റെ നെക്സ്റ്റ് ഒരു എയിം അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം? ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഉള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം. കുതിരയോടുള്ളൊരു സ്നേഹം, ഒരു അറ്റാച്ച്മെന്റ്, അത് എങ്ങനെയാണ് ഒരു റൈഡിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക? നമ്മുടെ ഈ എൻഡുറാൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതും അത് തന്നെയാണ്. കാര്യം നമ്മുടെ ഹോഴ്സും റൈഡറും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും
അതിൻ്റെ ഒരു അതായത് ഹോഴ്സും റൈഡറും തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനകത്തോട്ട് നമുക്ക് അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് എന്താ പറയുക ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാ രീതിയിലും എത്തിപ്പെടാനുള്ള ആ ഒരു ഇത് ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാര്യം നമ്മളൊരു റൈഡർ എന്ന നിലയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഹോഴ്സ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനും ഹോഴ്സും തമ്മിലൊരു അറ്റാച്ച്മെൻറ്റും ഒരു ബോണ്ടിങ്ങും വേണം. ഷെഫീഖിനുള്ള കുതിര എത്തിയിരുന്നു. നമുക്ക് അതിൻ്റെ അടുത്ത് എന്താ ഇതിൻ്റെ പേരെന്താ? ഇത് MK, ഇവിടുത്തെ ഒരു സ്ഥിരം എൻട്രൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഹോഴ്സാണ്. നല്ലൊരു ഹോഴ്സാണ്. നാട്ടില് എങ്ങനെയാണ് കുതിരയോടുള്ളൊരു സ്നേഹം തുടങ്ങുന്നത് എങ്ങനെയാണ്? നാട്ടില് ചെറിയ പ്രായം മുതലേ കുതിരയോട് താല്പര്യമുണ്ട്. പിന്നെ ഒരു നാട്ടിൽ ഹോഴ്സ് ഉണ്ട്. നാട്ടിൽ എനിക്ക് ഹോഴ്സ് ഉണ്ട്. ഒരു ചെറിയൊരു സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ലൈഫ് സ്റ്റോക്ക് ഫാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഹോഴ്സ്, ക്യാമൽ, പിന്നെ ആനിമൽസിനോട് ചെറുതിലേ താല്പര്യമുള്ളത് കൊണ്ട് ഇവിടെ വന്നപ്പോഴും എങ്ങനെയെങ്കിലും ഇതിലോട്ട് ഇറങ്ങണം, എങ്ങനെയെങ്കിലും ഇതിലോട്ട് എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് നമ്മൾ ഓരോ ദിവസം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഡ്രീംസ് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള. അങ്ങനെയാണ് നമ്മുടെ റോയൽ സ്റ്റാലിയൻസ് എന്ന ഗ്രൂപ്പിനെ ഞാൻ ഇൻസ്റ്റാ പേജ് വഴി അറിയുന്നത്. അപ്പോൾ ഇൻസ്റ്റാ പേജ് വഴി അറിയുന്നു, പിന്നെ അത് ഫോളോ ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു, ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. അവർ ഒരു ദിവസം വന്നോളൂ, നിങ്ങൾ അടുത്ത ഞായറാഴ്ച മുതൽ വരൂ എന്ന് പറഞ്ഞ് വന്നു. അത് എനിക്ക് വന്ന് 1 year ബാക്ക്, ഏതാണ്ട് ഒരു വർഷത്തോളമായി. ആ റോയൽ സ്റ്റാലിയൻസിലോട്ട് എത്തിപ്പെട്ടതാണ് ഇന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ ചെറിയൊരു നേട്ടങ്ങളെങ്കിലും അച്ചീവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. തിരുവനന്തപുരം പൂവാർ. പിന്നെ വീട്ടിലുള്ള സപ്പോർട്ട് ഇപ്പം നല്ല രീതിയിലാണ്. ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നാലും വീട്ടിലുള്ള സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. ഫാദർ ആയിരുന്നാലും മദർ ആയിരുന്നാലും. ഫാദറാണ് ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഹോഴ്സിനെയൊക്കെ നോക്കുന്നത്. അദ്ദേഹം മാരീഡാണോ? അതെ, മാരീഡാണ്. ഫാമിലി നാട്ടിലാണ്. വൈഫിന്റെ പേര് റെജീന, മോന്റെ പേര് മിഖായിൽ മാലിക്. കുതിരയോടുള്ള സ്നേഹവും വേൾഡ് കപ്പിനുള്ള പരിശ്രമവും ഒക്കെ ഉണ്ട്. പക്ഷെ UAE ശരിക്കും ചെയ്യുന്ന ജോലി എന്താണ്? ഞാൻ PRO ആണ്. കോർപ്പറേറ്റ് കൺസൾട്ടൻസ് ആണ് എൻ്റെ കമ്പനിയുടെ നെയിം. കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എബി ജോസഫ് കടവൻ, എൻ്റെ തന്നെ ബോസ്, സുഹൃത്തുമാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഇതിനകത്ത് വളരെ വലുതാണ്. എന്നെ ഫിനാൻഷ്യലി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് പുള്ളിയാണ്. പുള്ളിയുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ തന്നെ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും ആ ഒരു നന്ദി എനിക്ക് എത്രത്തോളം പറഞ്ഞാലും തീരത്തില്ല. കുതിരയോട്ടത്തെ സ്നേഹിക്കുന്ന UAE മലയാളികളുടെ കൂട്ടായ്മയായ റോയൽ സ്റ്റാലിയൻസിന്റെ ഭാഗമാണ് ഷെഫീഖ്. മാത്രമല്ല, ഷെഫീഖിന് ഏറ്റവും വലിയ പിന്തുണ മലയാളികളുടെ ഭാഗത്തു നിന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഭാഗത്തു നിന്നും വേണം. കാരണം ലക്ഷ്യത്തിലെത്തണം ഷെഫീഖിന്. അതിനുള്ള എല്ലാ പിന്തുണയും എല്ലാ തലത്തിലും ഷെഫീഖിന് ഉണ്ടാകണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.